ഗ്രാൻഡ് എൽഡർ സംരക്ഷിക്കാനായി കൊടുത്ത ഡ്രാഗൺ ബോളുമായി ക്രില്യൻ തിരികെ വന്നുകൊണ്ടിരിക്കുന്നതും ബുൾമയുണ്ടാക്കിയ ഡ്രാഗൺ ബോൾ റഡാറിൽ വെജീറ്റ ഒളിപ്പിച്ചു വെച്ച ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ ലഭിക്കുന്ന ഗുഹാൻ അത് തപ്പിപ്പോകുന്നതും വെജീറ്റ ഒളിപ്പിച്ചു വെച്ച ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചാകാറായി കിടക്കുന്ന വെജീറ്റിനെ ഹീൽ ചെയ്യുവാൻ വേണ്ടി ഫ്രീസയുടെ അടിയാളും വെജീറ്റനെ എടുത്ത ഒരു ഹീലിംഗ് പാറ്റലി ഇട്ട് വെച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കിയൻ സാഗയുടെ 9ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ഫ്രീസയുടെ താവളത്തിനുള്ളിൽ വെച്ച് വെജിറ്റനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോലയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വളരെ നേരമായി നീണ്ട ശ്രമകരമായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇവനെ ഇനി എങ്ങനെയാണ് സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പുലമ്പിക്കൊണ്ട് അപ്പോലെ വെജിറ്റയ്ക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കവേ പെടുങ്ങനെ വെജിറ്റ കണ്ണു തുറന്നതും അപ്പോലെ അതുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന അതേ നിമിഷം തന്നെ ഒരു മാരകമായ എനർജി കൊണ്ടുള്ള ഒരു സ്ഫോടനം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഫ്രീസയുടെ മുറിക്കടുത്ത് വന്നിരിക്കുന്ന സർബോണിനോട് ഫ്രീസ വെജിറ്റയെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ നിമിഷം അവിടെ മാരകമായ ഒരു സ്ഫോടനവും ഭൂമികുലുക്കം പോലെ പേടകുലുക്കവും ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അപ്പോലെ കൊന്നുകൊണ്ട് അവരെ തലയിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അട്ടഹസിച്ച് നിൽക്കുന്ന വെജിറ്റനെയാണ് നമ്മൾ കാണുന്നത്. ഇനി നിന്റെയൊക്കെ അടപ്പ് തെറിക്കുന്നത് ഞാൻ കാണിച്ചു തരടാ എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് വെജിറ്റ ഒരു കൈ നീട്ടിക്കൊണ്ട് അതിന്റെ വാള് തകർത്തുകൊണ്ട് മാരകമായ ഒരു എനർജി അറ്റാക്ക് പ്രയോഗിക്കുകയാണ്. അതേസമയം ശബ്ദം കേട്ടെടുത്തോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഫ്രീസയും സർബോണും പെട്ടെന്നുണ്ടായ വ്യതിചലനം കാരണം നിലത്തേക്ക് വഴുതി വീഴുകയാണ്. ചികിത്സാമുറിയിൽ നിന്നുമാണ് ശബ്ദം കേട്ടതെന്നും പറഞ്ഞ് സർബോൺ ഓടിപ്പിടിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ പിന്നാലെ ഓടി വരുന്ന ഫ്രീസയും സർബോണും ഭിത്തിയിലുള്ള വളരെ വലിയൊരു ഓട്ട കാണുമ്പോൾ വെജിറ്റ അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിക്കുകയും ഈ പെട്ടെന്ന് വെജിറ്റയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്നും പറഞ്ഞ് ഫ്രീസ അവിടെ കിടന്ന് ഒച്ച വെക്കുകയും ചെയ്യുന്നു. അതേസമയം മുതലാക്കി അവിടെ അവർക്ക് പിന്നിലെ മറിഞ്ഞു നിന്നിരുന്ന വെജിറ്റ അവിടെ നിന്നും പമ്മി ഓടി വളരെ വേഗത്തിൽ ഫ്രീസ ഡ്രാഗൺ ബോളുകൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന മുറിയിലേക്ക് കയറി ചെല്ലുകയും അവിടെ വെച്ചിരിക്കുന്ന 5 ഡ്രാഗൺ ബോൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന വെജിറ്റ വളരെ അഹങ്കാരത്തോടെ എന്റെ പ്രിയപ്പെട്ട ഫ്രീസ സാമ, നിന്റെ സാമ്രാജ്യകാലം ഇവിടെ അവസാനിക്കുകയാണ്, ഇനി വെജിറ്റയുടെ സാമ്രാജ്യമാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പൊട്ടി ചിരിക്കുകയാണ്. അതേസമയം വെജിറ്റ ഒളിപ്പിച്ചു വെച്ച ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ റഡാർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഗുഹാൻ അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റ നശിപ്പിച്ചു കളഞ്ഞ സയാൻ ഗ്രാമത്തിന്റെ മുകളിലേക്ക് സിഗ്നൽ കാണുന്ന ഗുഹാൻ അവിടെ ചെന്നിറങ്ങുകയും വെജിറ്റ കൊന്നുകുമിച്ചു കൂട്ടിയിടിക്കുന്ന നമക്കന്മാരുടെ ബോഡി കണ്ട് വളരെയധികം സങ്കടപ്പെടുകയും വെജിറ്റയോട് ഇതിന് ഞാൻ കണക്ക് ചോദിക്കുമെന്നും പറഞ്ഞ് കരയുകയും ചെയ്യുന്നു. അതേസമയം പേടകത്തിന് പുറത്തിറങ്ങി വെജിറ്റയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സർബോൺ വെജിറ്റ എന്തായാലും അധിക ദൂരം പോയിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞ് അരിച്ചു പിടിച്ച് അവിടെ മുഴുവൻ തപ്പുകയാണ്. അതേസമയം ദേഷ്യം വരുന്ന ഫ്രീസ, നീ പെട്ടെന്ന് വെജിറ്റയെ കണ്ടുപിടിച്ചില്ലേ, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുകളയെന്നും പറഞ്ഞ് സർബോണെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ചിരി വരികയും ഈ സമയം മുതലാക്കി എനിക്ക് ഇവിടെ നിന്ന് ഡ്രാഗൺ ബോൾ ആയിട്ട് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, ഇവിടെ 5 ഡ്രാഗൺ ബോൾ ഉണ്ട്, എന്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ടെന്നും പറഞ്ഞ് ആ മുറിയിലേക്ക് കയറുന്ന വാതിലിന്റെ അടുത്തേക്ക് പോയി നിൽക്കുകയും വെജിറ്റ അവന്റെ അവശേഷിക്കുന്ന മുഴുവൻ എനർജി ആഗിരണം ചെയ്തെടുത്തുകൊണ്ട് വളരെ ശക്തിയാർന്ന ഒരു എനർജി അറ്റാക്ക് ഉണ്ടാക്കി എടുക്കുകയും എടാ മണ്ടന്മാരെ, നിങ്ങൾ എന്നെ പുറത്തല്ല തിരയേണ്ടത്, അകത്തേക്ക് ഒരു നിമിഷം നോക്കടാ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് വളരെ ശക്തിയാർന്ന എനർജി അറ്റാക്ക് അവർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. പെട്ടെന്നുള്ള ആക്രമണം കാരണം ഫ്രീസയും സർബോണും പകച്ചു നിന്നു പോകുന്ന നിമിഷം വളരെ ശക്തിയായിട്ട് വരുന്ന എനർജി അറ്റാക്ക് ഫ്രീസേനെയും സർബോണെയും സ്റ്റക്കാക്കി സ്തംഭിച്ച് നിർത്തി കളയുകയാണ്. ആ സമയം മുതലെടുത്തുകൊണ്ട് വെജിറ്റ ഫ്രീസയുടെ മുറിയുടെ മുകളിലായി വളരെ വലിയൊരു ഓട്ടയിടുകയാണ്. അതേസമയം വളരെയധികം ദേഷ്യത്തോടെ ഫ്രീസയും സർബോണും അവിടേക്ക് ഓടിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിലും ഓരോരോ ഡ്രാഗൺ ബോളെ എടുത്ത ആ ഓട്ടയിലൂടെ വെജിറ്റ വളരെ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ 5 ഡ്രാഗൺ ബോളും വെജിറ്റ ഒരു മലയുടെ അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയുന്നു. ആ മുറിയിലേക്ക് ഓടിപ്പിടിച്ചു വരുന്ന സർബോണും ഫ്രീസയും കാണുന്നത് ആടുകിടന്നിടത്തൊരു പൂട പോലും ഇല്ല എന്ന് പറയുന്ന പോലെ അവിടെ വെജിറ്റയും ഇല്ല, ഡ്രാഗൺ ബോളും ഇല്ല. വളരെയധികം ദേഷ്യം വരുന്ന ഫ്രീസയും സർബോണും പുറത്തേക്ക് സർബോൺ ചാടി ഇറങ്ങിക്കൊണ്ട് ചുറ്റിനും വെജിറ്റ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും പക്ഷെ അവിടെ ഒന്നും തന്നെ അവന് വെജിറ്റനെ കാണാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അകത്തെങ്ങാനും വെജിറ്റ ഉണ്ടോ എന്ന് ഫ്രീസയോട് തിരക്കുമ്പോൾ ഇത് നിന്റെ ജോലിയാണ്, നീ കണ്ടുപിടിക്കല്ലേ, നിന്റെ തല ഇപ്പൊ നിലത്ത് വീഴുന്നും പറഞ്ഞ് ഫ്രീസ് കിടന്ന് അലറുകയാണ്. അതേസമയം ഒരു മലയുടെ പിറകിൽ മറിഞ്ഞു നിന്നുകൊണ്ടിരുന്ന വെജിറ്റ പറന്നുപോയാൽ അവന്മാര് കണ്ടുപിടിക്കുന്ന കാരണം കൊണ്ട് വെള്ളത്തിൽ കൂടി ഇറങ്ങി പതുക്കെ നടന്നു പോകുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ഫ്രീസയുടെ റൂമിൽ മുട്ടുകുത്തിയിരിക്കുന്ന സർബോണിനെ വളരെയധികം ദേഷ്യത്തോടെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രീസയാണ്. മിച്ചമുള്ള ഒരു ഡ്രാഗൺ ബോൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ വെജിറ്റനെ അവിടേക്ക് കൊണ്ടുവന്നതെങ്കിലും വെജിറ്റ മിച്ചം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഡ്രാഗൺ ബോളും തൂക്കിക്കൊണ്ടു പോവുകയും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. അത് ഫ്രീസയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടിയാവുകയും പെട്ടെന്ന് വെജിറ്റനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്നും പറഞ്ഞ് വാല് വളരെ ശക്തിയായി നിലത്തേക്ക് അടിച്ചുകൊണ്ട് സർബോണെ വരട്ടുകയും ചെയ്യുന്നു. അതേസമയം നമക്കന്മാരുടെ ഗ്രാമത്തിനുള്ളിൽ ഡ്രാഗൺ ബോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന
ഗുഹാൻ കരയിൽ മുഴുവൻ നോക്കിയിട്ടും ഡ്രാഗൺ ബോൾ കാണാതെ വരികയും വെള്ളത്തിനുള്ളിലാണ് അതിന്റെ സിഗ്നൽ കാണിക്കുന്നത് മനസ്സിലാക്കുന്ന ഗുഹാൻ വെള്ളത്തിലേക്ക് അടുത്ത് ചാടുകയും അതിനുള്ളിലായി കാണുന്ന ഡ്രാഗൺ ബോൾ തപ്പിപ്പിടിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ വെജിറ്റ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്ന ഗുഹാൻ അതുമായി അവിടെ നിന്നും കടന്നു കളയുകയാണ്. അതേസമയം വെജിറ്റയുടെ പക്കലുണ്ടായിരുന്ന 5 ഡ്രാഗൺ ബോൾ അടിച്ചുമാറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞ വെജിറ്റ വെള്ളത്തിനുള്ളിൽ നിന്നും കരയിലേക്ക് കയറി വരികയാണ്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടക്കുന്ന വെജിറ്റ അവിടെ തന്നെ 5 ഡ്രാഗൺ ബോളും കണ്ടുപിടിക്കും. വെജിറ്റ അങ്ങനെ കിട്ടിയ 5 ഡ്രാഗൺ ബോളും പിറക്കി ഒരു മലയുടെ മൂട്ടിൽ കൊണ്ട് സംഭരിച്ചു വെക്കുകയാണ്. അതേസമയം ആകാശത്തിലൂടെ വളരെ ശക്തിയുള്ള ആരോ പറന്നു പോകുന്നത് വെജിറ്റയ്ക്ക് കീയുടെ അനുഭവം വരികയും അത് ആരാണെന്ന് സെൻസ് ചെയ്യുന്ന വെജിറ്റയ്ക്ക് ഇത് സർബോൺ അല്ല, സർബോണേക്കാളും പവർ കുറഞ്ഞ എന്നാൽ നല്ല ശക്തിയുള്ള ഒരാളാണെന്നും പറഞ്ഞ് വെജിറ്റ നോക്കി നിൽക്കുമ്പോഴേക്കും ഗ്രാൻഡ് എൽഡർ കൊടുത്ത ഡ്രാഗൺ ബോളുമായി വളരെ ഉല്ലാസത്തോടെ ചിരിച്ചുകൊണ്ട് ക്രില്ലിൻ അതിലെ പറന്നു പോകുന്നതാണ് കാണുന്നത്. എന്ത് ഭൂമിയിൽ നിന്നും എങ്ങനെയാണ് ഇവന്മാരിവിടെ വന്നതെന്നും പറഞ്ഞ് വെജിറ്റ വളരെയധികം ദേഷ്യത്തോടെ ക്രില്ലിന് നേരെ പുറപ്പെടുകയാണ്. വളരെ വേഗത്തിൽ വെജിറ്റ ക്രില്ലിനെ പിന്തുടർന്ന് ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ക്രില്ലിൻ ഗ്രാൻഡ് എൽഡർ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് എന്റെ ശക്തി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വേഗത്തിൽ ഞാൻ പറക്കുകയാണെങ്കിൽ നിമിഷ നേരം കൂടി എനിക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ക്രില്ലിൻ സന്തോഷിക്കുകയാണ്. അതേസമയം വെജിറ്റ ഇന്നെന്തോ എനിക്ക് ഭാഗ്യമുള്ള ദിവസമാണെന്ന് തോന്നുന്നു, 7 ഡ്രാഗൺ ബോളും ഇപ്പോൾ എന്റെ കയ്യിൽ തന്നെ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൊട്ടി ചിരിച്ചുകൊണ്ട് ക്രില്ലിന് പുറകെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം എല്ലാം മലയ്ക്ക് ചുറ്റിലും കൊണ്ടിലും കുഴിയിലും വെജിറ്റയും ഡ്രാഗൺ ബോളും അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സർബോൺ എന്റെ കയ്യിൽ എനർജി മീറ്റർ ഇല്ലാത്തത് നിന്റെ ഭാഗ്യമായിപ്പോ അവിടെ അല്ല, നിന്റെ ഇപ്പോൾ തന്നെ ഞാൻ കൊന്നു കളഞ്ഞാനേ എന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പൊലിമ്പിക്കൊണ്ടിരിക്കുന്ന സർബോൺ വളരെ മിന്നൽ വേഗത്തിലാരോ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി കാണുകയും സൂക്ഷിച്ചു നോക്കുന്ന സർബോൺ അത് ക്രില്ലിനാണെന്ന് മനസ്സിലാവുകയും അവന്റെ കയ്യിലൊരു ഡ്രാഗൺ ബോൾ കാണുകയും ചെയ്യുന്നു. നമുക്കെൻകുട്ടിയെ രക്ഷിച്ചു പോയത് ഇവനല്ലേ എന്നും പറഞ്ഞ് സർബോൺ പല്ല് കടിക്കുമ്പോൾ തന്നെ മിന്നൽ വേഗത്തിൽ വെജിറ്റ അവന് പിന്നാലെ പറന്നു പോകുന്നത് സർബോൺ കാണുകയാണ്. നിന്റെ എല്ലാ അന്ത്യം എന്റെ കൈ കൊണ്ടാണെന്നും പറഞ്ഞ് സർബോൺ അവർക്ക് പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. അതേസമയം ക്രില്ലിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരുന്ന വെജിറ്റയുടെ പിറകിലായി ശക്തിയുള്ളവരുടെ കീ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വെജിറ്റ അത് സർബോൺ ആണെന്ന് മനസ്സിലാക്കുകയും അവൻ വെജിറ്റനെ പിന്തുടർന്ന് വരികയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വരുന്നവന്മാരെല്ലാം വരട്ടെ, അവന്മാരുടെ എല്ലാം മരണം എന്റെ കൈ കൊണ്ടാണെന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടി ചിരിച്ചുകൊണ്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബുൾമയുടെ താവളത്തിനടുത്ത് ഇരുന്നുകൊണ്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുൾമയുടെ അടുത്തേക്ക് മിന്നൽ വേഗത്തിൽ ക്രില്ലിൻ വന്ന് ഇറങ്ങുകയും പെട്ടെന്ന് ക്രില്ലിനെ കാണുന്ന ബുൾമ പേടിച്ച് പറച്ച് പുറകോട്ട് വീഴുകയും ചെയ്യുന്നു. ബുൾമ ആദ്യം ക്രില്ലിനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അവന്റെ ഇരിക്കുന്ന വളരെ വലിയ ഡ്രാഗൺ ബോൾ കണ്ട് ബുൾമയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു. ഗുഹാൻ ഗുഹയുടെ അകത്തുണ്ടോ, അവനെ വിളിക്കുക, അവനെ ഗ്രാൻഡ് എൽഡറിന്റെ അടുത്ത് കൊണ്ടുപോയി അവന്റെ ഉള്ളിലെ ശക്തി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ക്രില്ലിൻ സന്തോഷിക്കുകയും ചെയ്യും. എന്നാൽ അത് കേൾക്കുന്ന ബുൾമ നീ പോയതിനു ശേഷം ഡ്രാഗൺ ബോൾ റഡാറിൽ ഒരു ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ വന്നെന്നും അത് തിരക്കി ഗുഹാൻ അവിടേക്ക് പോയേക്കുകയാണെന്നും പറയും. ഇങ്ങനെ ക്രില്ലിന്റെ നേർക്ക് വളരെ വലിയ എനർജിയുള്ള ആരോ പറന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ക്രില്ലിൻ ഞെട്ടിത്തിരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഗുഹാനായിരിക്കും, ഡ്രാഗൺ ബോൾ കൊണ്ട് വന്നതായിരിക്കും പറഞ്ഞ് ബുൾമ സന്തോഷിക്കുമ്പോൾ അത് ഗുഹാൻ അല്ല എന്നും പറഞ്ഞ് ക്രില്ലിൻ അലറുമ്പോഴേക്കും വെജിറ്റ പറന്നു വന്ന് ചാടി അവരേക്ക് സ്റ്റൈലായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അവിടേക്ക് വന്നിറങ്ങുന്ന വെജിറ്റിനെ കണ്ടിട്ട് ബുൾമയും ക്രില്ലിനോട് പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. അത് കാണുന്ന വെജിറ്റ വളരെയധികം സന്തോഷത്തോടെ നിന്റെയൊക്കെ ഗ്രഹത്തിൽ ഇവിടേക്ക് വരാൻ മാത്രമുള്ള സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ വന്ന ടെക്നോളജി കണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. പക്ഷെ എനിക്ക് വേണ്ടുന്ന സാധനമാണ് നിന്റെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്കത് 2 തരത്തിൽ നിങ്ങളുടെ നിന്ന് നേടുവാൻ സാധിക്കും. ഒന്ന് നിന്നെ എല്ലാം കൊന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ് വെജിറ്റ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ പല്ല് കടിച്ചുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടെ ക്രില്ലിനും ബുൾമയും നിൽക്കുകയാണ്. പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ സർബോൺ അവിടേക്ക് പറന്നു വന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. സർബോണെ കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും ക്രില്ലിൻ വീണ്ടും പേടിച്ച് വിറയ്ക്കുകയും ബുൾമയ്ക്കാണെങ്കിൽ അവളെ രക്ഷിക്കാൻ വന്നെന്തോ മാലാകെ പോലെ സർബോണെ തോന്നുകയും ചെയ്യും. അവരെല്ലാം കാണുന്ന സർബോൺ എന്നെ വിട്ടിയാക്കിയിട്ട് നിനക്കങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നാണോ നീ കരുതിയത്? നിന്നെ എല്ലാം കൊന്നിട്ട് ഡ്രാഗൺ ബോളായിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങുമെന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ വെജിറ്റനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. മിച്ചമുള്ള ഡ്രാഗൺ ബോൾ എവിടെയാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയും, അതിനു മുന്നേ ഞാൻ ഫ്രീസർ സാമാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്നും പറഞ്ഞ് സർബൺ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്നാൽ അതെനിക്കൊന്ന് കാണണോ എന്നും പറഞ്ഞ് വെജിറ്റ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറക്കുകയും വളരെ മാരകമായി എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സർബോണെ മാറി മാറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ എനർജി അറ്റാക്കുകളിൽ നിന്നെല്ലാം തെന്നി മറിഞ്ഞ സർബോൺ വെജിറ്റയുടെ പിറകിലേക്ക് വരികയും വെജിറ്റനെ മറ്റൊരു എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് ദൂരേക്ക് കളയാൻ ശ്രമിക്കുമ്പോൾ അത് വെജിറ്റ തട്ടിമാരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു എനർജി അറ്റാക്ക് വഴി വന്ന് വെജിറ്റനെ അടിച്ച് സർബോൺ തെറിപ്പിക്കുകയാണ്. രണ്ടുപേരും മാറി മാറി അടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സർബോണെ ചവിട്ടി താഴേക്ക് പറപ്പിക്കുന്ന വെജിറ്റ സർബോണിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. വെജിറ്റനെ അടിക്കാൻ ഇനി വേറെ വഴിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്ന സർബോൺ പെട്ടെന്ന് അവന്റെ രൂപമാറ്റ ശക്തി ഉപയോഗിച്ചുകൊണ്ട് രൂപം മാറുകയും വളരെ ഭീകരനായ രാക്ഷസനായി പരിണമിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന ബുൾമയും ക്രില്ലിനും പേടിച്ചു വിറക്കുകയും ഇവൻ മാലാഖയൊന്നും അല്ല രാക്ഷസനാണെന്നും പറഞ്ഞ് ബുൾമയെ അലറുകയാണ്. സർബോൺ അയക്കുന്ന മാരക എനർജി അറ്റാക്കിനെതിരെ വെജിറ്റ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെജിറ്റനെ അടിച്ച് സർബോൺ താഴേക്ക് പറപ്പിക്കുകയാണ്. വെജിറ്റനെ അടിക്കാൻ പറ്റുന്ന സർബോണിന്റെ അടുത്ത് നിന്ന് വെജിറ്റ തെന്നി മാറി മുകളിലേക്ക് പോവുകയും മുകളിലേക്ക് പറന്നു ചെല്ലുന്ന സർബോണിന്റെ കണ്ണിലേക്ക് വെജിറ്റ കുറച്ച് പൊടി വാരിയിടുകയും ചെയ്യുന്നു. എന്നിട്ട് സർബോണിന്റെ പിറകിലേക്ക് ചെല്ലുന്ന വെജിറ്റ
വെജിറ്റ അവന്റെ എനർജി അറ്റാക്ക് കയ്യിലേക്ക് പടർത്തിക്കൊണ്ട് സർബോന്റെ പുറത്തിലേക്ക് ആഞ്ഞ് റെഡി അടിക്കുകയാണ്. എന്നിട്ട് രണ്ട് കൈയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സർബോന്റെ തലയിലേക്ക് മാരകമായ ഒരു പ്രഹരം വെജിറ്റ നൽകുകയാണ്. താഴെ വെള്ളത്തിലേക്ക് പതിക്കുന്ന സർബോനെ കൊല്ലാൻ വേണ്ടി മാരകമായ എനർജി അറ്റാക്ക് തുടരെ പ്രയോഗിച്ചുകൊണ്ട് വെജിറ്റ ഇരിക്കുമ്പോൾ ഈ തക്കത്തിൽ തന്നെ നമ്മൾ രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ബുൽമയും ക്രില്ലിനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിന്നേക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ അവർക്ക് നേരെ തുടരെ എനർജി അറ്റാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരടിച്ച് ക്രില്ലിനും ബുൽമയും നിലത്തേക്ക് വീഴുന്ന സമയം വളരെ ദൂരെയായി ഡ്രാഗൺ ബോളുമായി പറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗുഹാന് ബുൽമ നിന്നിരുന്ന സ്ഥലത്ത് വളരെ ശക്തിയുള്ള രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്ന ഒരു ഫീൽ അവന് വരികയും വളരെ വേഗത്തിൽ അവൻ അവിടേക്ക് പറന്നു ചെല്ലാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. വളരെ മാരകമായ രീതിയിൽ ഇടിയുണ്ടാക്കിക്കൊണ്ട് വെജിറ്റയും സർബോണും രണ്ടിടത്തേക്ക് തെറിച്ചു നിന്ന് നിൽക്കുകയാണ്. നിന്റെ മരണത്തിനുള്ള മണി അടിച്ചിടാ, നിന്റെ മരണം ഇപ്പോൾ എന്റെ കൈ കൊണ്ട് സംഭവിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വെജിറ്റ അലറിച്ചിരിക്കുമ്പോൾ എന്നാൽ അത് കേൾക്കുന്ന സർബോൺ പൊട്ടിപ്പൊടിച്ചിരിക്കുകയും എന്നെ കൊല്ലാൻ മാത്രമുള്ള എനർജി ഒന്നും നിനക്കില്ലടാ, നിന്റെ പവർ ലെവൽ ഇപ്പോഴും ചെറുതാന്ന് പറഞ്ഞ് പൊട്ടിപ്പൊടിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന വെജിറ്റ നീ ഇപ്പോഴും ഒരു മണ്ടൻ തന്നെയാണ്, ഞങ്ങൾ സ്വയന്മാരുടെ ശക്തി എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. അവസാനം നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട എന്നെ നീ അവിടെ വെച്ച് തന്നെ കൊല്ലേണ്ടതായിരുന്നു. ഇത്തരത്തിൽ ഡാമേജുകൾ പറ്റി മരിക്കാറായി കിടക്കുന്ന ഞങ്ങൾ വീണ്ടും അതിജീവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തി വീണ്ടും ഇരട്ടിയെ വർദ്ധിക്കുന്നതാണെന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടിപ്പൊടിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന സർബോൺ ഞെട്ടി വിറക്കി അവന് പേടി വല ഇരട്ടിയെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ക്രില്ലിന് മനസ്സിലാകുന്നത് ഓരോ യുദ്ധം കഴിയുമ്പോഴും ഗോകു എങ്ങനെയാണ് സ്ട്രോങ്ങസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ അതൊന്നും കോസലാക്കാതെ സർബോൺ ഓടി വരികയും വെജിറ്റയെ മാരകമായ രീതിയിലുള്ള ഫൈറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മാറി മാറി വളരെ ശക്തമായ പ്രഹരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നുണ്ടെങ്കിലും വെജിറ്റ പെട്ടെന്ന് അവന്റെ എനർജി മുഴുവൻ സംഭരിച്ചുകൊണ്ട് ആഞ്ഞ് സർബോണ്ട് വയറ്റു നോക്കി ഒരു ഇടി ഇടിക്കുകയാണ്. വളരെ ശക്തമായ പ്രഹരം കൊണ്ട് സർബോണ്ട് വയർ തുളച്ച് വെജിറ്റയുടെ കൈ അകത്ത് പോവുകയും അവന്റെ നീല രക്തം നിലത്തേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ വെജിറ്റയുടെ കൈ കൊണ്ട് മരണം ഉറപ്പിച്ച സർബോൺ അവനെ കൊല്ലാതെ വിടണമെന്നും അവൻ ഫ്രീസയുടെ ഓർഡറുകളും പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും വെജിറ്റയോടൊപ്പം ടീമപ്പ് ആയിക്കൊണ്ട് ഫ്രീസയെ കൊല്ലാൻ കൂടെ നിൽക്കുക എന്നും പറഞ്ഞ് വെജിറ്റയുടെ ഒരു കരാറുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം കേട്ടിട്ട് വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റ ഒന്നും തന്നെ നോക്കാതെ അവന്റെ മുഴുവൻ എനർജിയും കയ്യിലേക്ക് സംഭരിച്ചുകൊണ്ട് ഫൈനൽ ഫ്ലാഷ് ഉറക്കല്ലറിക്കൊണ്ട് സർബോനെ പൊട്ടിത്തെറിച്ച് കൊന്നുകളയുകയാണ്. വെജിറ്റയുടെ കൈ കൊണ്ടുള്ള സർബോന്റെ കൊടൂരമായ മരണം കണ്ട് ക്രില്ലിനും ബുൽമയും സ്തംഭിച്ച് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.